വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. കർത്താവ് എഴുന്നള്ളി വരികയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ജീവിക്കുന്ന ദൈവം എഴുന്നള്ളി വരുന്നു. മനമുയർത്തി സ്വരമുയർത്തി കരഞ്ഞപേക്ഷിക്കട്ടെ. ഹല്ലേലൂയ. കരമുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അതിശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. മനമുയർത്തി കരമുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എസ്തപ്പാനോസ് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്ന് അനുഗ്രഹത്തിന്റെ പെരുമഴ വർഷിച്ചല്ലേ. കർത്താവേ, ഇപ്പോൾ മനമുയർത്തി സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവ ഈശോയിലേക്ക്, ദിവ്യകാരുണ്യത്തിലേക്ക് കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ദൈവദിനത്തിൽ അനുഗ്രഹം വർഷിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, പരിശുദ്ധ അമ്മേ, ഈ മക്കൾക്ക് വേണ്ടി ബാധ്യത വഹിക്കണമേ. വിശുദ്ധ തപസ്യാനൂസേ, ഈ മക്കൾക്ക് വേണ്ടി ബാധ്യത വഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന കരങ്ങൾ വീശിക്കോട്ടെ. യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 സ്നേഹമേ ആരാധന 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 സ്നേഹമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമേ, പരിശുദ്ധമേ, കൃപാസനം പ്രസാദപരമാതാവേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, കർത്താവേ സ്തോത്ര ദൈവമേ. ഭാവേ സമർപ്പിക്കുന്ന കർത്താവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മക്കളെ ആശീർവദിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപരമാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ. ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടിയിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ദൈവത്തിന്റെ കൃപ ചൊരിയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. ഞങ്ങളും നിൻ മക്കളല്ലോ,
പരിശുദ്ധമേ, പരിശുദ്ധ കൃപാസനം, പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധി എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് ശക്തി തരണം. ആദ്യ ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിൽക്കുന്നവരെ നിന്നോണ്ടാ മതിയോ? പക്ഷേ നിൽക്കുന്നവർ മനസ്സിലൊരു കാര്യം ഓർക്കണത്, നിങ്ങളെ ശരിക്കും ദൈവം അനുഗ്രഹിക്കാൻ ഇടയാക്കും. നിൽക്കണത് അമ്മയുടെ ജോലിയാണ് അല്ലേ? നിൽക്കണത് അമ്മയുടെ ജോലിയാണ്. അത് ഓർത്ത് വേണം നിന്നാൽ മതി, കുഴപ്പമില്ല. യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ അരികിൽ നിന്നിരുന്നു കൈയടിച്ച് കിടത്താൻ ശ്രമിക്കുക. അപ്പം നിൽക്കുന്നവർ അമ്മനെ ഓർത്ത് നിന്നാൽ മതി. അമ്മ 3 മണിക്കൂറെങ്കിലും കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നിട്ടുണ്ട്. ആ ത്യാഗം നിങ്ങൾ ഓർക്കണം. അമ്മ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതുപോലെയാണ് സ്ഥലമില്ലാത്തത് കൊണ്ട് അമ്മയുടെ വീട്ടിൽ ഞാൻ നിൽക്കേണ്ടി വരണത്. കാരണം എനിക്കത് മനസ്സിലായത്, ഞാൻ അവിടുന്ന് ഇവിടം വരെ വരുന്നതിന് 22 മിനിറ്റ് എടുത്ത്. അപ്പോൾ പലയിടത്തും ഞാൻ നിൽക്കുകയാണ് ചെയ്തത്, ആൾക്കാരെ ഡിസ്റ്റർബൻസ് ചെയ്യാൻ വേണ്ടി. ഒഴിഞ്ഞ് വരുമ്പോൾ അപ്പം നിൽക്കുക. അപ്പം എത്രയോ മണിക്കൂറായിട്ട് നിൽക്കുന്നവരുണ്ട് അവിടെ. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ അമ്മ ഈ വാക്ക് തന്നത്. യോഹന്നാൻ 19:25 യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. ദൗത്യം പൂർത്തിയാക്കാൻ ചില സമയത്ത് ദൈവം നമ്മളെ നിർത്തും. അതൊരു അനുഗ്രഹമായിട്ട് കരുതണം. ഈ കൂടുതൽ ത്യാഗം സഹിക്കുമ്പോൾ അത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. ഉടമ്പടിക്ക് ത്യാഗം അതിൻ്റെ ഘടനയുടെ ഒരു ഭാഗമാണ്. എന്തെങ്കിലും ത്യാഗം നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് മക്കളത് കണ്ട് തിരിച്ചറിഞ്ഞ് കാഴ്ചവെക്കേണ്ടത്. ഈശോയ്ക്കും മാതാവിനും നന്ദി പറയുന്നു. എൻ്റെ പേര് ഡാർലി റോയ്. ചേന്നമംഗലത്തു നിന്ന് വരുന്ന ഹോളി ക്രോസ് ചർച്ച് ഇടവകയാണ്. ഞാൻ 2019 ഉടമ്പടി എടുത്ത ആളാണ്. 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ വിഷയം ഭാഗ ഉടമ്പടിയാണ്. എൻ്റെ ലക്ഷ്യം സ്വർഗരാജ്യമാണ്. എനിക്ക് ഈശോ നിത്യതയാണ് തന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ട് 18 വർഷമായി. അപ്പച്ചനെ ഭാഗ ഉടമ്പടി ചെയ്യാൻ സാധിച്ചില്ല. അപ്പച്ചൻ്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം അന്യാധീനപ്പെട്ട് പോവുകയാണ്. അപ്പച്ചന് സ്വന്തമായിട്ടൊന്നും സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ 6 പേര് മക്കളുള്ളതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ എല്ലാ സമ്പാദ്യം ഉപയോഗിക്കേണ്ടി വന്നു. അപ്പച്ചൻ്റെ അപ്പാപ്പൻ, അതായത് ഞങ്ങളുടെ മുത്തപ്പാപ്പൻ, അപ്പച്ചൻ്റെ അപ്പന്, അതായത് ഞങ്ങളുടെ അപ്പാപ്പൻ കുറച്ച് കഴിക്കുന്ന ആളായതുകൊണ്ട്
അപ്പാപ്പൻ സ്വത്തുക്കൾ നശിപ്പിക്കുമെന്ന് വെച്ച് എൻ്റെ അപ്പച്ചന് സ്വത്തുക്കൾ എഴുതി വെച്ചു. അതിൻ്റെ ഫലമായിട്ട് മുത്തപ്പാപ്പൻ മരിച്ചപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങി. എൻ്റെ അപ്പച്ചന് 3 പെങ്ങന്മാരായിരുന്നു. 22 വയസ്സിലാണ് ഈ സ്വത്തുക്കൾ എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ മുത്തപ്പാപ്പന് 70 വയസ്സുള്ളപ്പോൾ. അന്ന് എൻ്റെ അപ്പച്ചൻ ഗവൺമെൻറ് ജോലി പോസ്റ്റ് ഓഫീസിലായിരുന്നു ജോലി കിട്ടിയിരുന്നത്. ഏകദേശം 30 വയസ്സായപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു 35 വയസ്സാകുമ്പോഴേക്കും പ്രശ്നങ്ങൾ കൂടി. ഒരു ദിവസം വീട്ടിൽ നിന്ന് എല്ലാ ഫർണിച്ചറും പുറത്തെടുത്ത് വെച്ച് ഇതെല്ലാം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പെങ്ങന്മാർ. അന്നേരം എൻ്റെ അപ്പച്ചൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. സ്വന്തം അപ്പനോടും പെങ്ങന്മാരോടും വഴക്കിടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ച് അപ്പച്ചൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഒരു വാടക വീടെടുത്ത് അവിടെ താമസിച്ച്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിക്കണത്. എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട് തന്നെയാണ് ഈശോ എന്നെ ജനിപ്പിച്ചിരിക്കുന്നത്. ഒരു വാടക വീട്ടിലാണ് ഞങ്ങളെല്ലാവരും ജീവിച്ചത്, വളർന്നത്, കല്യാണം കഴിഞ്ഞത്. അപ്പച്ചൻ മരിക്കണത് വരെ ആ വാടക വീട്ടിലായിരുന്നു. അപ്പച്ചൻ മരിച്ചിട്ട് ഭാഗടമ്പടി ചെയ്യാത്തത് കൊണ്ട് എൻ്റെ വീട്ടിലും പ്രശ്നങ്ങൾ തുടങ്ങി. സ്വത്തിനെ ചൊല്ലി എന്ത് ചെയ്യണമെന്ന് ഒന്നും അറിയാതെ ഞാൻ പലരുടെ മുമ്പിലും കൈ നീട്ടിയിട്ടുണ്ട്, ഒന്നും മാധ്യസ്ഥം നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആർക്കും സാധിച്ചില്ല. അവസാനം കൃപാസനത്തിലൊരു പത്രം കിട്ടിയപ്പോൾ എന്നോട് എൻ്റെ അനിയൻ തന്നെയാണ് പറഞ്ഞത്, ഇവിടെ വന്ന് ഇവിടെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ ഏത് കാര്യം സാധിക്കുമെന്നാണ് പറയുന്നതെന്ന്. അങ്ങനെ തന്നെ ഞാൻ ഇവിടെ വന്ന് നിയോഗം എടുത്തു കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ 3 വീട് വിൽക്കാൻ പറ്റി. അതായിരുന്നു എൻ്റെ 2 സാക്ഷ്യത്തിലും പറഞ്ഞത്. 2 സാക്ഷ്യം കൊണ്ട് 3 വീട്. അത് ചെറിയ ലൈൻ മുറികളായിരുന്നു. ഇന്ന് ഞാൻ പറയണത് ഞങ്ങളുടെ തറവാടാണ്. ആ തറവാട് വിൽക്കാൻ വേണ്ടിയിട്ട് ആരും വരാതെ ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഞാനിവിടെ എന്ത് പറയുകയാണെങ്കിലും അതിൻ്റെ 3 ഇരട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. അങ്ങനെ 17ാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞു, ഇനി നിനക്ക് പുതുക്കി തരില്ല എന്ന്. അപ്പോൾ ഞാൻ പിന്നെയും ബ്രദറിനോട് പറഞ്ഞു, എന്താ ചെയ്യുക, ആരും വാങ്ങിക്കാൻ വരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ആധാരം കാണാനില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അതും നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പാപ്പൻ കഴിക്കാൻ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അപ്പച്ചൻ ഇറങ്ങിപ്പോയ ദിവസം തന്നെ ആ വീട് 10-20 പേർക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അപ്പാപ്പൻ മരിച്ചിട്ട് അപ്പച്ചൻ ആ വീട് കിട്ടാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്തിരുന്നു. ആ കേസ് ജയിച്ചത് അപ്പച്ചൻ മരിച്ചിട്ടാണ് കേസ് ജയിച്ചത്. അപ്പച്ചൻ മരിച്ച് 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കേസ് ജയിച്ചത്. പിന്നെ അതിൻ്റെ ആധാരം കാണാനില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 17ാമത്തെ ഉടമ്പടി കഴിഞ്ഞപ്പോൾ ബ്രദർ എനിക്ക് കുറേ വചനം തന്ന്, നീ പ്രാർത്ഥിക്കുക, നിനക്കെല്ലാം മാതാവ് ചെയ്തു തരുന്നുണ്ടല്ലോ. മാതാവ് എനിക്ക് ഒരുപാട് മെസ്സേജസ് തന്നിരുന്നു. അപ്പോൾ എല്ലാം തരുന്നുണ്ടല്ലോ. മാതാവിൻ്റെ വീട്ടിൽ വന്നിരുന്നു. കാരണം എല്ലാവരും എൻ്റെ മുമ്പിൽ വന്നിട്ടാണ് പറയണത്, ചേച്ചി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം സാധിക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് ആവശ്യമുള്ള പൈസ തരണം. എല്ലാവർക്കും ഞാൻ പൈസ കൊടുക്കും, പക്ഷേ കാര്യം നടക്കണില്ല. ഞാൻ എന്ന് വിചാരിക്കും, അവർ പറയും ഈ വീട് വിൽക്കുമ്പോൾ എല്ലാം പൈസ തരാമെന്ന്. മാസവണക്കത്തിന് നിയോഗം വെച്ചു. ബ്രദർ പറഞ്ഞു, എന്താണ് ഇതിൻ്റെ തടസ്സം എന്ന് ദൈവത്തിനോട് തന്നെ നീ ചോദിക്കുക. എന്നിട്ട് കുറേ വചനങ്ങളും തന്നു. അതെല്ലാം എഴുതിയിട്ട് ഈശോയോട് ചോദിച്ചു. മെയ് മാസം 28-ാം തീയതി നിയോഗം വണക്കമാസം നിയോഗത്തിന് പ്രാർത്ഥന കൂടി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു. 100 വർഷം പഴക്കമുള്ള വീടാണിത്. അപ്പോൾ കഴിഞ്ഞ നവംബറിൽ ഒരാൾ വന്നപ്പോൾ ഒരാൾ ട്രാൻസാക്ഷന് വന്നപ്പോൾ അയാൾ ആധാരമില്ല എന്ന് പറഞ്ഞപ്പോൾ 15 ലക്ഷം ഞങ്ങൾക്ക് രജിസ്ട്രേഷന് വേണമെന്ന് പറഞ്ഞപ്പോൾ സഹോദരന്മാർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ ആധാരം കണ്ടുപിടിച്ച് കൊടുന്നോളാമെന്ന് പറഞ്ഞു. പിന്നെ 2 മാസം കൊണ്ട് ആധാരം കിട്ടി. ഈ മെയ് മാസം വണക്കമാസം കഴിഞ്ഞ് 28-ാം തീയതി ഞാൻ വണക്കം ആരാധന കൂടിക്കഴിഞ്ഞപ്പോൾ ഒരാൾ വിളിച്ചു. അത് കഴിഞ്ഞ് ജൂൺ 26-ാം തീയതി അതിൻ്റെ കരാറ് നടന്നു. അന്ന് തൊട്ട് ഇന്ന് വരയ്ക്കും എനിക്ക് നിത്യത കിട്ടിയ പോലെ എനിക്ക് ഈശോയെ പറ്റിയിട്ട് മാത്രം പറയാനുള്ളൂ. വേറെ ഒരു സംഗതി എനിക്ക് പറയാനില്ല. എല്ലാം ഈശോ എനിക്ക് ചെയ്തു തരാം. ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല, ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എല്ലാ കാര്യവും ഈശോ ചെയ്തു തരണം. ഈശോയ്ക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രവർത്തിക്കുകയാണ്. എൻ്റെ കാര്യങ്ങളെല്ലാം ഈശോ ചെയ്തു തരികയാണ്. അങ്ങനെ വെള്ളിയാഴ്ച അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി ആ ക്യാഷ് ഞങ്ങൾ പങ്കിട്ടെടുത്തു. അങ്ങനെ
എൻ്റെ വീട്ടിൽ സമാധാനം കൈവന്നു, സ്നേഹം കൈവന്നു. മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ, ഇപ്പം എനിക്ക് 68 വയസ്സായി, എൻ്റെ ചേട്ടന് 72 വയസ്സ്. ഇനിയും ദിവസങ്ങൾ നീങ്ങാതെ എത്രയും വേഗത്തിൽ ഈ കാര്യത്തിനൊരു നടപ്പാക്കി അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. നേർച്ച വസ്തുക്കൾ എനിക്കധികം ഡോക്ടറെ കാണിക്കാൻ പോവേണ്ട ആവശ്യം വരാറില്ല. എൻ്റെ ഈശോയുടെ തൈലം ഞാൻ യൂസ് ചെയ്യും, എന്നും അഭിഷേകം ചെയ്യും, കുരിശ് വരച്ച് അഭിഷേകം ചെയ്യും. തൈലം ഉപയോഗിച്ച് ഒരു ദിവസം കാലുമ്മ ഒരു ചെറിയൊരു വേദന വന്നു. ഞാൻ അച്ഛനെ 2 പ്രാവശ്യം ആ തറവാടിൻ്റെ ഫോട്ടോ കൊടുന്ന് കാണിച്ച് അച്ഛൻ എനിക്ക് അവിടെ കുഴിച്ചിടാനായിട്ട് ഒരു കാശ് രൂപം തന്നിട്ടുണ്ടായിരുന്നു. ആ കാശ് രൂപം കൊണ്ട് ഞാൻ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉപ്പ് അവിടെ വെതറിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് എത്രയും നേരത്തെ അത് വിൽക്കാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യണത്, ഞാൻ ആദ്യം തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. എൻ്റെ 2ാമത്തെ നിയോഗം കഴിഞ്ഞ അന്ന് മുതൽ ഇവിടെ വരാനായിട്ട് വിഷമമുള്ളവരെ എല്ലാവരും കൊണ്ടുവരണമെന്നൊരു നിയോഗം ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇന്ന് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ 500 പേരുണ്ട്. അന്ന് തൊട്ട് 2022 ഏപ്രിൽ തൊട്ട് ഇന്ന് വരയ്ക്കും എല്ലാ മാസവും ഞാൻ ആളുകളെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഇന്നും 26 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏകദേശം 100 പേരായപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ എന്നെ സഹായിക്കാൻ 2 പേര് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ സമർപ്പിതരായിട്ട് 2 ലീഡേഴ്സ് എനിക്ക് വന്നു. അത് കാരണം എല്ലാ ആഴ്ചയിലും 26 പേരോ അല്ലെങ്കിൽ 40 പേര് 42 പേരായിട്ട് ഈ കൃപാസനത്തിലേക്ക് എല്ലാ ആഴ്ചയിലും ഞാൻ ആളുകളെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതുപോലെ ഈ ഗ്രൂപ്പ് വഴി ഞങ്ങൾ എല്ലാ മാസവും ഒരാഴ്ച ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോവും. ഓർഫനേജുകളിൽ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടംപോലെ പൈസ അവർക്ക് അയച്ചു കൊടുക്കും. പിന്നെ 1000 മണി കൊന്ത ഞങ്ങൾ 3 ദേശങ്ങളിലായിട്ട് ചെയ്യണോ, എല്ലാ മാസവും ചെയ്ത് അതിൻ്റെ വീഡിയോ അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കൂടും. ഡെയിലി ബ്രെഡിൽ ഡോക്യുമെൻറ്റ്സ് വെക്കാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതി ഒരു കടലാസിലും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പികളെല്ലാം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കും. എനിക്കിത് തന്നെയാണ് ജോലി. ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല. മെയ് മാസത്തിലെ ടോക്കാണ് കേട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും പഴയ ടോക്കുകൾ ഇരുന്ന് കേൾക്കും. അതിൽ എനിക്ക് കൂടുതൽ അഭിഷേകം കിട്ടാറുണ്ട്. പിന്നെ 3 കെട്ട് പത്രം എല്ലാ മാസവും ഞാൻ വാങ്ങിച്ച് എല്ലാ ഫംഗ്ഷന് പോകുമ്പോൾ അവിടെയുള്ളവർക്ക് എല്ലാ ബസ്സിലും എൻ്റെ ഇടവകയിലും എല്ലാവർക്കും കൊടുക്കും. എല്ലാ കാര്യങ്ങളും ഇവിടെ പറയണതിൻ്റെ 4 കൊന്ത എത്തിക്കാറുണ്ട്. കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും കുടുംബ പ്രാർത്ഥനയായിട്ട് ചെല്ലാറുണ്ട്. അതെല്ലാം മാതാവ് എന്നോട് പറയുകയാണ്. കാലത്ത് 4:45 എഴുന്നേറ്റ് 5 മണി തൊട്ടിട്ട് ഒരു കൊന്ത ചെല്ലും. ഇതെല്ലാം മാതാവ് എന്നോട് സംസാരിക്കാറുണ്ട്. ഈ മാതാവ് പറയണത് നമ്മുടെ മനസ്സിൽ പറയുകയാണെങ്കിൽ കൂടി, പക്ഷേ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ അതെല്ലാം എനിക്ക് കൺഫർമേഷനാണ്. ഇപ്പം അച്ഛനാണ് എൻ്റെ ഗുരു, എനിക്ക് വേറെ ആരും ഗുരുക്കളൊന്നുമില്ല. അച്ഛൻ ടോക്കിൽ പറയുമ്പോൾ മാതാവ് എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്തു. മാതാവ് എന്താ എന്നോട് പറഞ്ഞെങ്കിൽ ആ മിനിറ്റിന് ഞാനത് ചെയ്യും. പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടൊന്നും ഇല്ല. എന്തെങ്കിലും ഞാൻ ചെയ്യാത്തുണ്ടെങ്കിൽ എനിക്ക് നല്ല അടിയും കിട്ടും മാതാവിൻ്റെ നിന്ന്. അപ്പം എനിക്ക് പറയാം, എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ലല്ലോ, അപ്പോൾ ഞാൻ പിന്നെ അത് ചെയ്യില്ല, കറക്റ്റാക്കും. എനിക്ക് കുറച്ച് മടിയെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ പറയും, അതായത് ഇന്നത് ചെയ്യുക. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് ചെയ്തു തരണം. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയും. എൻ്റെ പേര് രേഷ്മ. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. ഈ ആൾക്കാരെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയതിന്. ഞാൻ 2 വർഷമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു കാര്യം. പക്ഷേ ഇപ്പോൾ അമ്മ മാതാവ് എനിക്കത് നടത്തി തന്നു. ഞാനൊരു നേഴ്സാണ്. എല്ലാവരെ പോലെ എനിക്കും ഒരു യൂറോപ്യൻ കൺട്രി പോകണം, സെറ്റിൽഡ് ആവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ അതിന് OET പഠിച്ചു, പാസ്സാകാൻ വേണ്ടി നോക്കി. പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ച ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കിട്ടി. 3-4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാമെന്നാണ്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ലിസണിങ് എന്ന സ്കോർ കിട്ടിയില്ല. 2ാമത് ഞാൻ എഴുതി. വീണ്ടും എനിക്ക് ബാക്കി 3നും കിട്ടുന്നുണ്ട്, ലിസണിങ്ങിന് സ്കോർ കിട്ടുന്നില്ല. ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്തു. അപ്പോഴത്തേനും എന്നോടൊരു ഏജൻസിക്കാർ പറഞ്ഞു ന്യൂസിലാൻഡിന് പോകുന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, കൊടുക്കുന്നോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അതിന് കൊടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഏകദേശം ഒരു 8-9 മാസത്തെ പ്രോസസ്സിങ് ആയപ്പോഴത്തേനും അവരെന്നോട് പറഞ്ഞു ഇപ്പോൾ അവിടെ വേക്കൻസി ഇല്ല, പക്ഷേ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഏകദേശം ഒരു 12-13 ലക്ഷം രൂപ മുടക്കി പോയി പിൻ നമ്പർ ക്യാപ് പ്രോഗ്രാം ചെയ്ത് തിരിച്ചു വരുവാണെങ്കിൽ അവർ വിളിച്ചാൽ നിങ്ങൾക്ക് പോകാമെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. എനിക്കൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ സങ്കടത്തോടുകൂടി വീട്ടിൽ പോയി വീണ്ടും പ്രാർത്ഥിച്ചു. അപ്പോഴത്തേനും എനിക്ക് തന്നെ തോന്നി അത് വേണ്ട, ഇത്രയും ലക്ഷം മുടക്കി പോയിട്ട് ഞാൻ തിരിച്ചു വന്നാൽ ഞാൻ എന്നാ ചെയ്യും. ലാസ്റ്റ് ഞാൻ അത് ഉപേക്ഷിച്ചു. അപ്പോൾ ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ പുതിയ പരീക്ഷ എഴുതണമെന്ന് പറഞ്ഞു.
എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ OET പഠിപ്പിക്കാൻ കയറി. ഞാൻ റൈറ്റിംഗ് സ്പീക്കിംഗ് ഓക്കെയാണ്, ലിസണിങ് റീഡിങ് 1 വർഷമായിട്ട് എനിക്കറിയത്തില്ല. ലിസണിങ് ആണ് എനിക്ക് കിട്ടാത്തതും. അപ്പം ഞാൻ എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും പറഞ്ഞു, നീ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതല്ലേ, ഇവിടെ വന്ന് പുതുക്കി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് നീ വാ. അപ്പോൾ ഞാനിവിടെ വന്നു. എക്സാമിന് നെക്സ്റ്റ് ഒരു ഡേറ്റ് സെപ്റ്റംബർ 14-ാം തീയതിയാണ്. ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ തലയ്ക്ക് കൈവച്ചിട്ട് പറഞ്ഞു, പോയി രക്ഷപ്പെട് മക്കളെ എന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ സെപ്റ്റംബർ 14 എക്സാമിന് ഡേറ്റ് എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ഉടമ്പടി എടുത്തിട്ടും പ്രാർത്ഥന രാവിലെ വൈകിട്ട് മുടങ്ങാതെ ചൊല്ലുന്നുണ്ട്. പക്ഷേ ആത്മീയമായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ബൈബിൾ വായിക്കാൻ ഇരിക്കുവാണെന്ന് ചോദിച്ചാൽ ഇരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാണെങ്കിൽ പ്രാർത്ഥിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്കത് ഒത്തിരി മനസ്സിലായി. ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അപ്പം പലതിലും കണ്ടു, ഉപ്പും കൊണ്ട് പോയിട്ട് പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി കണ്ടു. അങ്ങനെ ഞാൻ അവിടെ ഉപ്പ് കൊണ്ടുപോകാൻ കേട്ടത്തില്ല. ഞാൻ എൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഉപ്പും കൊണ്ട് പോയിട്ട് എൻ്റെ നഖത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പെടുത്ത് പരീക്ഷ പേപ്പറിലും ഇരിക്കുന്നിടത്തുമൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചു. സെപ്റ്റംബർ 14-ാം തീയതി എനിക്ക് എക്സാമാണ്. 2 ആഴ്ച എടുക്കും OETയുടെ റിസൾട്ട് വരാൻ. പക്ഷേ എനിക്ക് ഇവിടെ പിറ്റേ ആഴ്ച ഞാൻ ഇവിടെ വന്ന് പുതുക്കി എനിക്കന്ന് മാതാവിനെ കിട്ടി പ്രദക്ഷിണത്തിന് പോകാൻ വേണ്ടി. ഞാൻ അന്ന് ഒത്തിരി വിശ്വസിച്ചു. പിറ്റേ ചെന്ന് എൻ്റെ ഫോൺ നോക്കിയപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് OETക്ക് എല്ലാ മൊഡ്യൂളിനെക്കാട്ടി ലിസണിങ്ങിന് ഒത്തിരി മാർക്ക് കിട്ടി. ഞാൻ പാസ്സായി. ഞാൻ ഒത്തിരി സന്തോഷിച്ചു. അപ്പോൾ പിന്നെയും ഞാൻ വിചാരിച്ചു, ഇനിയെല്ലാം പെട്ടെന്ന് നടക്കും, എനിക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ പറ്റും. അപ്പോൾ UK വേക്കൻസി ഇല്ല, ന്യൂസിലാൻഡിനില്ല, ഇനിയുള്ളത് അയർലൻഡിൽ കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് ഇത് ചെയ്തു. സെപ്റ്റംബർ 25 ജപമാല റാലി ഉണ്ട്. ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, ഒന്നെങ്കിൽ എനിക്ക് അതിനിപ്പുറം എൻ്റെ പേപ്പർ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ പാസ്പോർട്ടിൽ ഞാൻ തൈലവും വെച്ച് ഉപ്പിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും. ആ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും ഇതുപോലത്തെ ഒരു പ്രദക്ഷിണ സമയത്ത് മാതാവിൻ്റെ ഒരു രൂപം വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് മേടിച്ച് വീട്ടിൽ പോയിട്ട് എൻ്റെ പാസ്പോർട്ട് ആ രൂപത്തിൻ്റെ അടിയിൽ ഇത്രയും നാളായിട്ട് ഞാൻ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് 2-3 ഡേറ്റും മാതാവിനോട് പ്രാർത്ഥിച്ച് കിട്ടി. ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഈ നവംബർ 30-നിപ്പുറം എനിക്ക് അയർലൻഡിൽ പോകണം. ഡിസംബർ 12-ാം തീയതി അയർലൻഡിലേക്ക് എടുത്ത DLൻ്റെ എക്സ്പയർ ആവുകയാണ്. പക്ഷെ അപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്, ഞാൻ എന്തിനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അമ്മമാതാവ് ഒന്നും തരത്തില്ല. കാരണം ഞാനൊന്നും ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥന പേരിന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനൊരു ജൂൺ മാസമായപ്പം ഞാൻ OET പഠിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് 6 മണിക്ക് ക്ലാസ് ഉണ്ട് OETയുടെ. ഞാൻ അതെല്ലാം അങ്ങ് നിർത്തി. ഞാൻ 6:30 ആകുമ്പോൾ എല്ലാ ദിവസവും എൻ്റെ വീടിൻ്റെ അടുത്ത പള്ളിയിൽ മുടങ്ങാതെ ഞാൻ പോകാൻ തുടങ്ങി. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ അവിടെ പോയിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഞാൻ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി. ആ പള്ളിയിൽ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ തുടങ്ങി. കുർബാന കൂടാതെ വീട്ടിൽ വന്നിട്ടായാലും ഇവിടുത്തെ ധ്യാനങ്ങളാണേലും സാക്ഷ്യങ്ങളും കേൾക്കാൻ തുടങ്ങി. വീട് മൊത്തം അതായി. എൻ്റെ കുഞ്ഞ് 2.5 വയസ്സുണ്ട്, അവൾക്കും അറിയാം ഈ പാട്ടും കൃപാസനത്തിലെ പാട്ടും ഇതും കേട്ട് എല്ലാവർക്കും ആ ഒരു ഇതിലായി. അങ്ങനെ ഞാൻ ഇരുന്ന സമയത്ത് ഓർക്കാപ്പുറത്ത് ഇനിയൊരു പ്രതീക്ഷയില്ല. കാരണം 3 മാസം എൻ്റെ മുമ്പിലുള്ളൂ. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഡേറ്റ് എഴുതിയിട്ട്, മാതാവേ ഒക്ടോബർ 12-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്, അതിനിപ്പുറം എനിക്കൊരു തീരുമാനം എന്താ, ഇല്ലെങ്കിൽ ഇത് എന്നിൽ നിന്ന് എടുത്ത് മാറ്റി. ഈ 2 വർഷമായിട്ട് ഞാൻ മടുത്തു, ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ കേട്ടു, പേപ്പറിൽ ഡേറ്റ് എഴുതി അതിൽ ഉപ്പിട്ട് മടക്കി വെച്ച് പ്രാർത്ഥിക്കാനുള്ള ഇത് കേട്ടു. അങ്ങനെ ഞാനത് ചെയ്തു. ഞാൻ ഒക്ടോബർ 12-ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഒക്ടോബർ 8-ാം തീയതി ഒരു ചേട്ടൻ എന്നെ അയർലൻഡിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, രേഷ്മ ഈവനിങ് 6:30 ആകുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 1 അവറിനുള്ളിൽ ഇൻ്റർവ്യൂ ഉണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? പാസ്സായി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇനി 1.5 മാസം ഉള്ളൂ, ഈ 1.5 മാസത്തിനുള്ളിൽ ഞാൻ അയർലൻഡ് കയറി വരിക എന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല രേഷ്മ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനപ്പോൾ ഈ മാതാവിൻ്റെ ഈ രൂപം ഇത് വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതെൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കുന്നത്. ഞാനത് ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, മാതാവ് ഞാൻ എന്നാ ചെയ്യണ്ടേ, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. ആ മാതാവിൻ്റെ രൂപം വെച്ച് അതിനോട് ചേർത്ത് ഫോണും വെച്ച് തൈലോ ഇരിക്കുന്നിടത്തും എൻ്റെ നെറ്റിയിലും ചേർത്തു ഉപ്പും ഞാൻ കഴിച്ചിട്ടിരുന്നു. പക്ഷെ അവരെന്തൊക്കെയോ എന്നോട് ചോദിച്ചു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇപ്പോഴും എന്താണെന്ന് എനിക്കറിയത്തില്ല. 10 പേര് ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. ഒരു കൂട്ടുകാരി കൊച്ചു ഉണ്ടായിരുന്നു. പിറ്റേന്ന് ആ സെയിം ഈവനിങ് ആയപ്പോഴത്തേനും എന്നെ വിളിച്ചിട്ട് കിട്ടാണ്ട് ആ കൊച്ച് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ചേട്ടാ ചേച്ചിനെ ഒന്ന് വിളിക്കാൻ ചോദിച്ചു. ഹസ്ബൻഡ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോട് ഫോൺ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേനും പുള്ളി എന്നോട് പറഞ്ഞു, രേഷ്മ 10 പേര് അറ്റൻഡ് ചെയ്തപ്പോൾ രേഷ്മ ഒരു കൊച്ചു മാത്രമേ പാസ്സായിട്ടുള്ളൂ, സോ നമുക്ക് അടുത്ത പ്രൊസീജിയറിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് തന്നെ ഒരു 24 മണിക്കൂർ എടുത്തില്ല, എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. ചേട്ടൻ പറഞ്ഞു, നമുക്ക് ഇന്ന് തന്നെ ATPL വർക്ക് പെർമിറ്റിന് വെക്കണം. പക്ഷേ അത് പലർക്കും 40 ദിവസമുണ്ട്, ചിലർക്ക് 1 മാസം, അങ്ങനെ ഒത്തിരി നീളുന്നാന്ന് പുള്ളി തന്നെ എന്നോട് പറഞ്ഞു. എന്തായാലും നോക്കാം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത്രത്തോളം എനിക്ക് ചെയ്തു തന്നെങ്കിൽ ബാക്കി കാര്യങ്ങളും കൂടി എൻ്റെ മാതാവ് എനിക്ക് തരുമെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച ആയപ്പോഴത്തേനും ബുധനായി വ്യാഴാഴ്ച വെള്ളിക്ക് ഞാൻ വെച്ചു. പിറ്റേന്ന് ഞായറാഴ്ച എൻ്റെ ബർത്ത്ഡേ 12-ാം തീയതി. ആ വർക്ക് പെർമിറ്റും എനിക്ക് 4-ാം പൊക്കം കിട്ടി. ഒക്ടോബർ 12-ാം തീയതി എൻ്റെ ബർത്ത്ഡേക്ക് ഇപ്പുറം
3 ദിവസം കൊണ്ട് എൻ്റെ അയർലൻഡിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും കഴിഞ്ഞു. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എല്ലാം തീർന്നു. പക്ഷേ ഒരൊറ്റൊരു കാര്യം, മാതാവ് കൂടെയുണ്ട്. ആ പാസ്പോർട്ട് അന്ന് മാതാവിൻ്റെ കയ്യിലിരിക്കുക. ഇവർ എന്നോട് വിസയ്ക്ക് പറഞ്ഞു, ഡൽഹി പോകാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു പോവാം. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി ഫ്ലൈറ്റിന് ഡൽഹി പോയി വെച്ചു. അവരെന്നോട് പറഞ്ഞു 23-ാം തീയതി ഒക്ടോബറിലാണ് ഞാൻ വെക്കുന്നത്. അവരെന്നോട് പറഞ്ഞു 20 ദിവസം മാക്സിമം, അത് കഴിഞ്ഞിട്ടേ കിട്ടത്തോളം എന്ന് പറഞ്ഞു. ഇന്ന് വെച്ച് നോക്കിയാലും 14 ദിവസം ആകുന്നേ ഉള്ളൂ വർക്കിംഗ് ഡേയ്സിൽ. അപ്പോഴും എനിക്ക് എക്സാം ഉണ്ട് 29-30 നവംബറിൽ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു 18-ാം തീയതി നിങ്ങൾ കൺഫർമേഷൻ തരണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് ഇന്നലെയായിരുന്നു. ഞാനപ്പം പറഞ്ഞു, ഞാൻ വിചാരിച്ചത് എല്ലാം റെഡിയായി പുതുക്കി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറഞ്ഞു പോകണമെന്നായിരുന്നു. പക്ഷേ ഞാനപ്പോൾ എൻ്റെ പുതുക്കൽ നീണ്ടു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ വാ, നമുക്ക് വെള്ളിയാഴ്ച പോയി മാതാവിൻ്റെ അടുത്ത് പോയി പുതുക്കിയിട്ട് വരാം. അങ്ങനെ ഈ വെള്ളിയാഴ്ച ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നു, പുതുക്കി. ഞാൻ അന്നിവിടെ പ്രാർത്ഥിച്ചു. മാതാവ് ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ എനിക്കൊരു മെയിൽ പറഞ്ഞു എൻ്റെ വിസ അപ്രൂവ്ഡ് ആയെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഇറങ്ങി പോയ വഴിയിലൊക്കെ ഞാൻ ഫോണിൽ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. അന്ന് ഞാൻ എഴുതി വെച്ച ഒരു ഡേറ്റാണ് നവംബർ 14 എൻ്റെ വിസയ്ക്ക് ഒരു തീരുമാനം വെക്കണമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഇതുപോലെ വിസ അപ്രൂവ്ഡ് ആയെന്ന് മെയിൽ വന്നു. പക്ഷേ ഇന്ന് രാവിലെ വിസ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തേനും ഇതിൽ ഞാൻ പറഞ്ഞ ആ ഡേറ്റ് 14-ാം തീയതി തന്നെയാണ് എൻ്റെ വിസ അവരടിച്ച് എനിക്ക് തന്നിരിക്കുന്നത്. അതിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ഞാൻ ഈ തിങ്കളാഴ്ച അയർലൻഡിന് പോവുകയാണ് രാവിലെ. അത് അമ്മ മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെ ഒറ്റ ഒരു അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഈ ഒരു അവസരം കിട്ടിയതിന് അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 ഞാൻ നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ കുറച്ച് നാളുകളായിട്ട് എനിക്ക് മനസ്സിലായി, കാരണം മാതാവിന് എന്തൊക്കെയാണോ വേണ്ട അതെല്ലാം ചെയ്തു കൊടുക്കാതെ നമ്മുടെ ജീവിതം ഒന്നും ആകത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്, 3 ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. ഞായറാഴ്ചകൾ ഞങ്ങൾ എൻ്റെ അമ്മ പൊതിച്ചോറുണ്ടാക്കി തരും. ഞാനും ഹസ്ബൻഡും കൂടി ഞായറാഴ്ചകളിൽ പോയി ആ പൊതിച്ചോറ് കോട്ടയം ടൗണിലുള്ള എല്ലായിടത്തും കൊടുക്കും. ഞങ്ങളുടെ പൊതിച്ചോറും നോക്കി അവിടെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയും, അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും, നമുക്ക് അവർക്ക് ചോറ് കൊണ്ടേ കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി എല്ലാ ഞായറാഴ്ചയും പൊതിച്ചോറ് കൊണ്ടേ കൊടുക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് മേടിക്കുന്ന പത്രം ബസ് സ്റ്റാൻഡുകളിലും എല്ലായിടത്തും കൊണ്ട് നടന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത്. പോയി വണ്ടി നിർത്തിയിട്ടിട്ട് ഞാൻ എല്ലായിടത്തും കൊടുത്തിട്ടാണ് തിരിച്ചു വരുന്നത്. എൻ്റെ കുഞ്ഞും എൻ്റെ പ്രാർത്ഥന കണ്ട് 2 വയസ്സുള്ള കുഞ്ഞാണ്. രാത്രി 9 മണിക്ക് തിരി കത്തിക്കാൻ നേരത്ത് ഞാനൊന്ന് മറന്നു പോയിട്ടുണ്ട്, എന്നെ ഒന്ന് വിളിക്കാം, മമ്മി വാ നമുക്ക് അമ്മ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് കുരിശും വരച്ച് അവളും എൻ്റെ ഒപ്പം മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ കടക്കാറുള്ളൂ. ഈ ഒരു അവസരം അമ്മ മാതാവ് ഒരുക്കി തന്നതിനും തിരുക്കുമാറിനും അമ്മയ്ക്കും 1000 ഞാൻ നന്ദി പറയുന്നു.